ക്ഷാമമാണ് ഇപ്പോഴും എപ്പോഴും പണത്തിന്. ഇത്രയും വിലയാണോ നിങ്ങളുടെ ഈ സാധനത്തിന്? അടി കൈ കൈയടിച്ചോ. തനിക്ക് കവിത ഇഷ്ടപ്പെട്ടോ? അത് വലിയ കാര്യമൊന്നും അല്ല സാറേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ? അതാണ് വലിയ കാര്യം. എങ്കിലല്ലേ അടുത്ത പ്രാവശ്യം ഓർഡർ ചെയ്യുള്ളൂ. അതെ അതെ, അത് ശരിയാ. സാറേ, നിങ്ങൾ സമോസയല്ലേ കഴിക്കാറ്? പെട്ടെന്നാ ഇതിലേക്ക് മാറിയത്? ഫ്ലൈറ്റിൽ ഒരിക്കൽ ചെന്നൈയിലേക്ക് പോയപ്പോൾ ഫ്ലൈറ്റിൽ ഞാനും ജസായും ഇതാണ് കഴിച്ചത്. അടി കൈ. നല്ല കവിത പറഞ്ഞാൽ ഞങ്ങൾ കൈയടിക്കാം. ശരി, ഈ ദേശായി ആരാണ് കന്ന സാർ? എന്റെ കൂട്ടുകാരനാ ദിനേശ് ഭായ് ജസായി. ബായ് ബായ് എന്ന് വെച്ച സഹോദരനല്ലേ? എന്റെ കൂട്ടുകാരനാ, പണ്ടത്തെ പരിചയ. കുറച്ചു ദിവസം എന്റെ കൂടെ താമസിക്കാൻ പോവുക. ഭയങ്കര തമാശക്കാരനാ. അവൻ സംസാരിച്ച് തന്നെ ആളെ കമത്തും. നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ നല്ല ആള് തന്നെ ആയിരിക്കും. അദ്ദേഹം എവിടെ? ഇപ്പൊ ബാങ്കിലേക്ക് പോയിരിക്കാ. മോഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇടാ ഇല്ലടാ, പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോയിരിക്കാ. എടാ ഖന്ന, നിന്റെ കയ്യിൽ ഒരു 300 രൂപ ഉണ്ടാവോ? കാരണമേ എന്റെ കയ്യിൽ 2000-ന്റെ നോട്ടേ ഉള്ളൂ. ശരി, എന്നാ ഒരു കാര്യം ചെയ്യും, നീ തന്നെ കൊടുത്തേക്ക്. എല്ലാം ഒന്ന് തന്നെയാണല്ലോ. 300 രൂപ കൊടുത്ത് വരേണ്ടി വന്നു. ദൂരെ ഇത്രേ ഉള്ളൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നടന്നിങ്ങ് വരാമായിരുന്നു. അങ്ങ് വല്ലാത്ത കഞ്ചൂസാണല്ലോ. ഈ ട്രാവല് സ്ട്രേഞ്ചർ ആണല്ലോ. വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് എപ്പോഴും നല്ല നിറമാണ്. ഇവനെ പരിചയപ്പെടൂ, ഇവൻ എന്റെ കൂട്ടുകാരനാണ്. അടി കൈ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. നമുക്ക് അകത്തോട്ട് പോയാലോ? എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. മിസ്റ്റർ ദേശായിക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. എടാ ദേശായി, നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. വാങ്ങിച്ചോ വാങ്ങിച്ചോ, ഞാൻ തന്നെ ഓർഡർ ചെയ്തത്. വാങ്ങിച്ചോ, നമ്മൾ ഒന്ന് തന്നെയല്ലേ? തരൂ ചേട്ടാ. എത്രയായി? സാർ 12,000 രൂപ. ഞങ്ങളുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ് ചന്ത. അല്ല, ഇതിനകത്ത് എന്താ 12,000 രൂപയ്ക്ക് മാത്രമുള്ളത്? മൈക്രോവേവ് ഓവനാണ് സാർ. അടി കയ്യേ. ഓ, എന്നാ പിടിച്ചോ, പൈസ എടുത്തോ. ആഹാ, വന്നുവല്ലോ. എടാ ഖന്നെ, ഒരുപാട് സന്തോഷമുണ്ട്. അത് തന്നെ, ഐസ്ക്രീം ഞാൻ തന്നെ ഓർഡർ ചെയ്തത്. ഞാൻ പോയി വാങ്ങാം. പറയൂ, എത്രയായി? സാർ 130 രൂപയാണ് സാർ. സാർ, എന്റെ കയ്യിൽ ചില്ലറയില്ല. എടോ, താനെടുക്കേണ്ട കാശ് എടുത്തിട്ട് ബാക്കി പെട്ടെന്ന് തരാനായിട്ട് നോക്ക്. എടോ ഖന്ന, ചില്ലറയുണ്ടോ കയ്യില്? എന്നാ പിന്നെ നീ തന്നെ കൊടുക്ക്. എല്ലാം ഒന്ന് തന്നെയാണല്ലോ. ഞാൻ മുകളിൽ പോയി എന്റെ ടവൽ ഒന്ന് വിരിച്ചിട്ട് വന്നേക്കാം. നിങ്ങളെല്ലാരും കാപ്പി കുടിച്ചോ? സാറേ, ഇയാളങ്ങോട്ട് തലയിൽ മുളകരക്കാണ്. എവിടെയാടാ മുളക്? ഞാൻ കാണുന്നില്ലല്ലോ. എടാ കഴുതേ, തലയിൽ മുളക് അരയ്ക്കാന്ന് വെച്ചാ അത് പൈസ അടിച്ചു മാറ്റുന്നു എന്നാണ് അർത്ഥം കേട്ടോ. പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ ഒരു കാര്യത്തിന് പറ്റിച്ചിട്ടേ ഇല്ല. എപ്പോഴും നമുക്ക് സത്യമാണ് അറിയേണ്ടത്. അവൻ എന്റെ കൂട്ടുകാരനാണ്. അവൻ എന്തിനാണ് മോഷ്ടിക്കേണ്ടത്? കന്ന സാർ, അങ്ങൊരു പാവത്താനാണ്. എടാ, അത് സത്യം തന്നെ. എന്ന് വെച്ചാ നീ എന്നെ ഇങ്ങനെ ഒരുപാട് പൊക്കല്ലേ. ഒന്ന് അകത്ത് നോക്ക്. കഴിക്കുന്ന അദ്ദേഹമാണ്, പേയ്മെന്റ് കൊടുക്കുന്ന സാറും. മൈക്രോ ഓവൻ അദ്ദേഹം വാങ്ങി പേയ്മെന്റ് കൊടുക്കുന്ന അങ്ങും. 2000-ന്റെ നോട്ട് കാണിച്ച് ഐസ്ക്രീം, ഓട്ടോ, ഇതിന്റെ എല്ലാം പേയ്മെന്റ് സാർ ചെയ്തു. കുളത്തിലെങ്ങും ഇപ്പോ മീനുകളില്ല. ഇതിനെ കുറിച്ചോട്ട് ഞാൻ ആലോചിച്ചില്ല. ശരിയാണല്ലോ, എല്ലാത്തിനും എന്നെ കൊണ്ടാണല്ലോ പേയ്മെന്റ് കൊടുപ്പിക്കുന്നത്. സുഹൃത്തെന്ന് പറഞ്ഞ് പിഴിഞ്ഞെടുക്കുകയാണല്ലോ. ശരിയല്ല. അങ്ങ് ഇപ്പൊ തന്നെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇപ്പൊ വേണ്ട, ആദ്യം അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണം. കാരണം കൂട്ടുകാരെ പറ്റിക്കുന്ന വലിയ തെറ്റാണ്. ഖന്ന സാറേ, ആദ്യം അദ്ദേഹത്തെ വിളിക്ക്. നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോവുകയാണെന്ന് പറ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം. സുഹൃത്തെ, വരൂ, പോയി നമുക്ക് ലഞ്ച് കഴിക്കാം. ഐസ്ക്രീം. ഖന്ന സാറേ, ഐസ്ക്രീം കഴിക്കാം. അതെ, ഞാനും കഴിക്കണമെന്ന് വിചാരിച്ചതാ. മണിയടിച്ചാൽ സ്കൂളിൽ പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വേണം. അതെ ഭായ്, ഇങ്ങനെ കവിത പറയുകയാണെങ്കിലേ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. എന്റെ ഭായ്, കവിതയിൽ ശ്രദ്ധ വേണ്ട, ജോലിയിലാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ടത്. തന്റെ കൈ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? ഐസ്ക്രീമിന്റെ സാധനങ്ങളൊക്കെ ഈ കൈ കൊണ്ടാ കട്ട് ചെയ്യുന്നത്. പറയൂ, എന്താ വേണ്ടത്? ഐസ്ക്രീം വെക്കുന്ന കടയിൽ ഏതായാലും ഐസ്ക്രീം മാത്രമല്ലേ കൊടുക്കുള്ളൂ.
അതെ ഭായ്, ഏത് ഐസ്ക്രീമാ വേണ്ടത്? ഡംബൽ, വീറ്റ്, പ്ലേറ്റ്, പുള്ളി, സ്പ്രിംഗ്, ഏതാ വേണ്ടേ? ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഐസ്ക്രീമിന്റെ ഫ്ലേവേഴ്സ് ആണ്. ഇദ്ദേഹത്തിന് വ്യായാമം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. ചോക്ലേറ്റ് തരൂ, ചോക്ലേറ്റ്. 180 രൂപ. അത് ഞാൻ തരാം. 2000 രൂപയ്ക്ക് ചില്ലറയുണ്ടോ? കന്നാ സാറേ, നിങ്ങൾ പണ്ട് വാങ്ങിച്ചത് തന്നെ ഒരു 1850 രൂപ തരാനുണ്ട്. എടുത്തോ. അപ്പൊ അത് പിന്നെ എന്റെ കാശാണ്. നമ്മളെല്ലാം ഒന്നല്ലേ, സംശയമുണ്ടോ? 1850 ഒരു 150. അപ്പൊ 2000 രൂപ തീർന്നല്ലോ. താങ്ക് യു. അയ്യോ, കാലം തന്നെ എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഈ കാർ സാറ് തന്നെ ഓടിക്കും. അതിനെന്താ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പോവാണെങ്കിൽ നാളെ ഒരു 12 മണിയെങ്കിലും ആവും. ഒന്ന് വേഗത്തിൽ ഓടിക്കാൻ നോക്ക്. സംശയമുണ്ടോ? വേഗം കൂട്ടിയാലേ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അയ്യോ അയ്യോ അയ്യോ, താനെന്താ ഈ കാണിക്കുന്നേ? തനിക്കെന്താടോ കണ്ണൊന്നും കണ്ടുകൂടെ? എടോ, ഞാൻ പതുക്കെയല്ലേ പോയത്. താനല്ലേ എന്റെ മുന്നിൽ കയറി വന്ന് എന്നെ ഇടിച്ചത്. വണ്ടി കൊണ്ടിടിച്ചിട്ട് വലിയ ആളാവുന്നോ നീ? ഒരു 2000 രൂപ എടുക്കടാ. ഇയാള് കൊള്ളയടിക്കാൻ നോക്കുക. ഞാൻ അങ്ങനെയൊന്നും കൊടുക്കില്ല. ആ, പോലീസ് സ്റ്റേഷനിൽ പോകാം. ഇവനെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ട് ഞാൻ നിങ്ങളോട് പറയുവാ, ഇവൻ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. 2000 രൂപ കൊടുത്ത കാര്യം അങ്ങ് തീരുവല്ലോ. ഇവൻ ഒരു ഇടി ഇടിച്ചാ ഹോസ്പിറ്റലിൽ ഇതിനേക്കാളും കൂടുതൽ കാശാവും. സംശയമുണ്ടോ? വരുന്നവരൊക്കെ എങ്ങനെയാണോ എന്റെ 2000ന്റെ നോട്ടം കൊണ്ട് പോകുന്നേ? കാരണം നിങ്ങളുടെ കയ്യിൽ 2000ന്റെ നോട്ട് മാത്രമല്ലേ ഉള്ളൂ. പോകാം വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. കന്നാ സാറേ, ലഞ്ച് വാങ്ങിച്ചു തരൂ. ഇവിടെ ആരും ഇല്ലല്ലോ. ആ, അതുകൊണ്ടാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. നമുക്ക് ഉടൻ തന്നെ ആഹാരം കിട്ടും. ഇവിടെ വരൂ. നിങ്ങളല്ലേ വെയിറ്ററിന്റെ വേഷിട്ടിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. വേഷം എന്ന് വെച്ചാല് പണ്ട് ഇദ്ദേഹം നാടകത്തിൽ നല്ല വേഷം ചെയ്യുമായിരുന്നു. അപ്പോഴാ വെയിറ്ററായിട്ട് മാറിയത്. സംശയമുണ്ടോ? നേരത്തെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ നീ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് ഇപ്പൊ എല്ലാ സംശയവും മാറി. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ എന്താണെന്ന് ഓർഡർ തരൂ. എന്താണ് കഴിക്കുന്നതെന്ന് വേഗം പറയൂ. മട്ടർ പനീർ, പാലപ്പനീർ, കടായി പനീർ, പനീർ വസന്ത, പനീർ ടിക്ക, പനീർ കുറുമ, പനീർ കോസ്ത, ബനായി കോസ്ത, നവരത്നി കോസ്ത, നവരത്നി പുലാവു. പറയൂ. എല്ലാം ഓരോ പ്ലേറ്റ് വീതങ്ങ് പോരട്ടെ. ഇതല്പം കൂടുതലല്ലേ? നിങ്ങളുടെ വയറെന്ന കൂടാരത്തിനകത്ത് ഇത്രയും സാധനങ്ങൾ കൊള്ളുമോ? ടീനേജ് വന്ന മുഖത്ത് വരും മുഖക്കുരു. എന്ത് ചോദിച്ചോ അത് വേഗം കൊണ്ടുവരൂ. അടി കൈ. $6,650 രൂപ. അയ്യോ എന്റെ അമ്മച്ചി, എന്റെ പാന്റ് മാറിപ്പോയി. എപ്പ മാറി? അങ്ങ് ഈ പാന്റ് തന്നെയല്ലേ ഇപ്പൊ ഇട്ടോണ്ട് വന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് പാന്റ് ഇട്ടപ്പോ മാറിപ്പോയെന്നാ പറഞ്ഞത്. വാലറ്റും ക്രെഡിറ്റ് കാർഡും ഒക്കെ അതിനകത്താ ഉള്ളത്. ഒരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. താൻ എന്തായാലും ഒരു സൂപ്പർ വെയിറ്റർ ആണല്ലോ. താങ്ക് യു. എങ്കിൽ ഇത് പറയൂ, എന്റെ പൈസ ആരാണ് തരിക? ആരും ഇവിടെ നിന്ന് ആഹാരം കഴിച്ച് പൈസ തന്നില്ലെങ്കിൽ അവരെ ഞാൻ ഇതുകൊണ്ടാണ് അടിക്കാറുള്ളത്. ഇതുകൊണ്ട് 2 കിട്ടിക്കഴിയുമ്പോ അവരെ എവിടെ പൈസ ഒളിച്ചു വെച്ചിരുന്നാലും അപ്പൊ തന്നെ തന്നിരിക്കും. എന്റെ സാറേ, ഇയാൾ നന്നായിട്ട് തല്ലും. വേഗം പൈസ കൊടുത്തോ. അതിന് ലഞ്ചിന് ഇവിടേക്ക് കൊണ്ടുവന്നത് കന്നയാണല്ലോ. അപ്പൊ പേയ്മെന്റ് കൊടുക്കേണ്ടത് ഇതേക്കാണല്ലോ. നമ്മളെല്ലാം ഒന്നല്ലേ, സംശയമുണ്ടോ? ചേട്ടാ, എന്നാ പിടിച്ചോ പൈസ. നാളെ നമുക്ക് വേറെ എവിടെയെങ്കിലും ലഞ്ചിന് പോകാം. അത് പിന്നെ കന്ന, ഞാൻ നാളെ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ആവാൻ പോവുകയാണ് കേട്ടോ. വെള്ളമില്ലാതെ ഒട്ടകം എത്ര നാൾ സഹിക്കും? നീ എങ്ങനെ ഹോട്ടലിൽ പോയി താമസിക്കും? കുഴപ്പമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ഇന്നെ പോലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ എന്റെ കട്ടയും പടവും മുടങ്ങും. ഇത് കൊള്ളാലോ. ഒരു ദിവസം കാശ് ചെലവാക്കിയപ്പോ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലേ? ഇത്രയും ദിവസമായിട്ട് കന്നാ സാറിന്റെ കാശ് ചെലവാക്കിയപ്പോ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലേ? കന്നാ സാറ് സുഹൃത്ത് ബന്ധത്തിനെ മാനിച്ചു. നിങ്ങൾക്ക് എന്താ തോന്നിയത്? അദ്ദേഹം കഴുതയാണെന്നാണോ? ഇദ്ദേഹം കഴുതയല്ല, കഴുതയി ഞാനാണ്. പക്ഷെ എനിക്ക് പോലും കാര്യം പിടികിട്ടി. സത്യത്തിൽ നിങ്ങൾ ഇദ്ദേഹത്തെ ചൂഷണം ചെയ്യാണെന്ന്. സോറി ഖന്ന, എനിക്ക് തെറ്റുപറ്റിപ്പോയി. കൂട്ടുകാരാരായിരുന്നാലും നമ്മൾ അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല. കാശ് കുറച്ച് പോയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി കിട്ടി.
നിങ്ങളുടെ പൈസ ദേ ഇരിപ്പുണ്ട്. നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ലഞ്ചിന് വിളിച്ചത് ഞാനാണ്. ലഞ്ചിനുള്ള പേയ്മെന്റ് ഞാൻ തന്നെ കൊടുത്തേക്കാം. അയ്യോ പറ്റില്ല ഖന്ന, ഈ ലഞ്ചിന്റെ പൈസ ഞാൻ തന്നെ കൊടുക്കും. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾ കാരണം ഞാനൊരു പാഠം പഠിച്ചു. ശരി, ഇവിടെ അടുത്തെവിടെയെങ്കിലും ATM ഉണ്ടോ? അവിടെ നിന്ന് ഒരു 5000 രൂപ എടുത്ത് ഖന്നയ്ക്ക് കൊടുത്താലേ എനിക്കൊരു ആശ്വാസം വരൂ. ആ അടിച്ചു പൊളച്ചു തിമിർത്തു. സാറേ വാ, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കൂട്ടുകാരുടെ ഇടയിൽ ഒരിക്കലും ഈഗോ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതിനെന്ത് പറയുന്നു അറിയോ? അതെ, അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്.